പല മണ്ഡലങ്ങളിലും വളരെ മാശിയേറിയ മത്സരം നടക്കുമ്പോൾ വടകരയിൽ വലിയ വിവാദം ഉണ്ടായി. അവിടുത്തെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ്ഡ് വീഡിയോ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. മാഷടക്കമുള്ള ആളുകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രമെന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു. വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ? ഒരു തിരിച്ചടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഒക്കെ ശരിയാ. സത്യം പറഞ്ഞു അശ്ലീല വീഡിയോ, എല്ലാ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയവർ. അശ്ലീല വീഡിയോ ഇല്ലെന്നാണ് ശൈല ടീച്ചർ പറയുന്നത്. ഞാനല്ലേ പറയുന്നത് ടീച്ചർ പറഞ്ഞില്ല. ഉണ്ട് തന്നെ സംശയം വേണ്ട. കേസ് കൊടുക്കട്ടെ, അശ്ലീല വീഡിയോ കേസ് കൊടുക്കട്ടെ. പക്ഷെ ഇതുവരെ അങ്ങനെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പരസ്യപ്പെടുത്തി. മോർഫ് ചെയ്ത ചിത്രങ്ങൾ മുകേഷിന്റെ ജഗദീഷിന്റെ ഒക്കെ തല വെച്ച് മാറ്റിയതല്ലേ? അത് മാത്രമല്ല, അങ്ങനെയാണെന്നില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെച്ചിട്ട് പിണറായി ടീച്ചർ പറഞ്ഞതും ദേശാഭിമാനി പറഞ്ഞതും പോൺ വീഡിയോ. അത് ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞല്ലേ, കേസ് കൊടുക്കട്ടെ. എവിടെയാണ് പോൺ വീഡിയോ? ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അവിടെ ശൈലജ ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത പടങ്ങൾ ഉൾപ്പെടെ തെറ്റായ രീതിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയും വി ഡി സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പേര് എന്തൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ലാത്ത പോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് ഫോൺ വീഡിയോ നോക്കണ്ടാന്ന്. ഇല്ല, തെറ്റൊന്നും ആയില്ല. അതൊക്കെ തന്നെയാണ്. പിന്നെ കേസ് കൊടുക്കട്ടെ. ഞാനല്ലേ പറയുന്നത്. ടീച്ചർ പറഞ്ഞല്ലോ. ടീച്ചറല്ലല്ലോ പറയണ്ടേ, ഞങ്ങളെല്ലാം എല്ലാവരും പറയണ്ടേ. ടീച്ചർ മാത്രം പറയണ്ട. ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉള്ളതാന്ന്. ഇത് ടീച്ചർ പറയണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. ഈ രാജ്യത്ത് ജനങ്ങൾ കണ്ടതല്ലേ. പോലീസ് പിടിക്കണ്ടേ പോൺ വീഡിയോ? പിടിക്കുമല്ലോ. എന്താ പിടിക്കണം? ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഉള്ളതെല്ലാം പിടിക്കും. അത് ഫോൺ വീഡിയോ ആണോ അല്ല മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടച്ചതാണോ എന്നെല്ലാം നോക്കട്ടെ. അല്ല, അപ്പോൾ നോക്കൂ, ഒരു ഇലക്ഷൻ അതിന്റെ സാങ്കേതിക പദം ഉപയോഗിച്ചിട്ട് അതിൽ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നോക്കുന്നത്. സാങ്കേതിക പദം നോക്കണ്ട. അതായത് അവിടെ ഏറ്റവും ശക്തിയായ രീതിയിൽ അപവാദ പ്രചാരവേല IT ഈ പറയുന്ന സാധനം ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ അപവാദ പ്രചാരണമായി. നോക്കൂ, ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാണ്, മറ്റേ സ്ഥാനാർത്ഥിയുടെ പോൺ വീഡിയോ ഉണ്ടാക്കി സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവ്? അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി അറിഞ്ഞുകൊണ്ടാണ്. അത് തെളിവില്ലാത്ത ഒരു ആരോപണമല്ലേ? തെളിവ് എങ്ങനെ ഉണ്ടാകുക? അതിന് ഗുണഭോക്താവാരാ നോക്കണ്ടേ? അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതിന് ഗുണഭോക്താവാരാണ്? ഷാഫി പറമ്പിലാണ്. ഒരിക്കലും ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അശ്ലീലത്തെ ഉപയോഗിച്ചിട്ടില്ല. ആ അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുമാണ് ഈ പറയുന്നത്. തെളിവില്ലാണ്ട് പിന്നെ വെറുതെ ആകാശത്തിന് വേണ്ടിയാണോ ഈ വാർത്തയെല്ലാം? അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ആരോപണം ഉന്നയിച്ചത് CPM ആണ്. ആരോപണം തെളിയിക്കാൻ കഴിയാതിരിക്കുന്നതിനാണ് പോലീസിനെ ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാനുള്ള എല്ലാ വസ്തുതയും. അപ്പോഴേക്ക് ഷാഫി പറമ്പിൽ ഈ നിഴലിൽ നിൽക്കുകയല്ലേ? അത് അനീതിയല്ലേ? അത് ശരിയാണ്. ഒരു അനീതിയല്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത്. അതായത് മുമ്പ് ഉന്നയിച്ച ആരോപണത്തിൽ ഒരല്പവും പിന്നോട്ട് പോകുന്നില്ല, ഒരു വാക്കും മാറ്റുന്നില്ല. ഒരല്പവും മുന്നോട്ടേക്ക് പോകുന്നില്ല. പൂർണ്ണമായിട്ട് ഇത് ചെയ്തതാണ്.